ഇന്നർ ചൈൽഡ് ഹീലിംഗിൻ്റെ 3-ാം ദിവസം നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് റിലീസിങ് ഷെയിം ആൻഡ് റീസ്റ്റോറിങ് സെൽഫ് വർത്തിനെ കുറിച്ചാണ്. നമ്മളിൽ പലരും ഉള്ളിൻ്റെ ഉള്ളിൽ ആഴത്തിലുള്ള മുറിവുകൾ കൊണ്ട് നടക്കാറുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഐ ആം നോട്ട് ഇനഫ് എന്ന ചിന്ത. ഞാൻ പോരാ, ഞാൻ ഒട്ടും തന്നെ പോരാ. ഈ ഒരു മുറിവ് ബാല്യത്തിൽ തന്നെയാണ് ഉത്ഭവിക്കുന്നത്. മറ്റുള്ളവരുമായി താരതമ്യപ്പെടുമ്പോൾ, കടുപ്പമായി വിമർശിക്കപ്പെട്ടപ്പോൾ, വീണ്ടും വീണ്ടും വിമർശനത്തിനിരയായപ്പോൾ, അല്ലെങ്കിൽ സ്നേഹം ലഭിക്കാതെ അവഗണിക്കപ്പെട്ടപ്പോൾ, ഇതൊക്കെയാണ് ഇങ്ങനെയുള്ള മുറിവുകളുടെ ഉത്ഭവസ്ഥാനം. ഉദാഹരണത്തിന്, നമ്മളിൽ പലരും കേട്ടിട്ടുള്ളത് പോലെ, നീ നിന്റെ സഹോദരനെ പോലെ അല്ലെ സഹോദരിയെ പോലെ ആകാത്തത് എന്താണ്? നീ ക്ലാസ്സിലെ മിടുക്കനായ കുട്ടിയെ പോലെ ആകാത്തത് എന്താണ്? മറ്റുള്ളവരെ പോലെ ആകാത്തത് എന്താണ് എന്ന് നിരന്തരം കേട്ട് വളർന്ന കുട്ടി പിന്നീട് തന്നെ സംശയിക്കുന്നവനായി വളരും. ഡൗട്ടിങ് their own values. ഒരിക്കലും പ്രശംസ ലഭിക്കാത്ത കുട്ടി, വേണ്ടത്ര പരിഗണനയോ അംഗീകാരമോ ലഭിക്കാതെ വളർന്നു വന്നവർ ജീവിതത്തിൽ വിജയം നേടിയാലും സ്വയം കണ്ടില്ലെന്ന് വെക്കുന്നവരായി മാറുന്നു. They always feel invisible. ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഷെയിം, ലോ സെൽഫ് വർത്ത് എന്നിവ സൃഷ്ടിക്കുന്നു. പ്രത്യേകിച്ചും മറ്റുള്ളവർ നൽകിയ ലേബലുകൾ നമ്മൾ തന്നെ വിശ്വസിച്ചു തുടങ്ങുന്നു. യു ആർ ലേസി, യു ആർ വീക്ക്, യു ആർ നോട്ട് ഗുഡ് എനഫ്. നീ മടിയനാണ്, നിന്നെ കൊണ്ട് ഒന്നും നടക്കില്ല, നീ കൂട്ടിയാൽ കൂടില്ല. പക്ഷെ സത്യം എന്താണെന്നറിയാമോ? ഈ വിധി നിർണയങ്ങൾ, ഈ ലേബലുകൾ നിന്നെ നിർവചിക്കുന്നില്ല. നിന്റെ മൂല്യം മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ കൊണ്ട് തീരുമാനിക്കപ്പെടുവാനുള്ളതല്ല. ഇന്ന് ഈ നിമിഷം ഇങ്ങനെയുള്ള എല്ലാ ലേബലുകളും, വിധി നിർണയങ്ങളും, ജഡ്ജ്മെന്റുകളും നമുക്ക് ഉപേക്ഷിക്കാം. ഐ ആം വർത്തി ഓഫ് ലവ്, ജോയ് ആൻഡ് ബിലോങ്ങിങ്. ഞാൻ സ്നേഹത്തിനും സന്തോഷത്തിനും അംഗീകാരത്തിനും അർഹനാണ് എന്ന് ഉറക്കെ നമ്മളോട് തന്നെ പറയാം. അത് ഒന്നുകൂടെ ഊട്ടി ഉറപ്പിക്കാം. നമ്മളെ സഹായിക്കാൻ നമ്മൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ഇതിനായിട്ട് ദിവസവും EFT ടാപ്പിംഗ് മെത്തേഡ് ഉപയോഗിക്കാവുന്നതാണ്. ഏതാനും മിനിറ്റുകൾ ടാപ്പ് ചെയ്യുമ്പം ഐ ആം എനഫ് എന്ന് റിപ്പീറ്റ് ചെയ്ത് നമുക്ക് ഈ ഒരു വിശ്വാസത്തെ നമ്മൾ ഉറപ്പിക്കാൻ സഹായിക്കാം. അതുപോലെ തന്നെ എന്നും ഉറങ്ങുന്നതിന് മുൻപ് അല്പനേരം കണ്ണുകൾ അടച്ച് ശാന്തമായി ഇരുന്ന് നിങ്ങളുടെ തന്നെ ആ ചെറിയ കുട്ടിയെ, നിങ്ങളുടെ ഇന്നർ ചൈൽഡിനെ നിങ്ങളുടെ മുന്നിലായി നിൽക്കുന്നതായിട്ട് ഇമാജിൻ ചെയ്യുക. വളരെ സ്നേഹത്തോടെ ഒരു പേരന്റിനെ പോലെ ആ കുട്ടിയെ 2 കൈകളും നീട്ടി സ്വീകരിച്ച് മാറോടടുക്കി കെട്ടിപ്പിടിച്ച് കഴിയുന്നത്ര കരുണയോടും സ്നേഹത്തോടും കൂടി ആ കുട്ടിയോട് പറയുക, നീ വളരെ വിലപ്പെട്ടവനാണ്, നീ എനിക്ക് പ്രിയങ്കരിയാണ്, നീ എനിക്ക് പ്രിയങ്കരനാണ്, ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നു. യു ആർ എനഫ്, യു ആർ വർത്തി, യു ആർ ലൗഡ്. നീ എൻ്റെ പൊന്നോമനയാണ്, ഞാൻ എപ്പോഴും നിന്റെ കൂടെയുണ്ട്. കഴിയുന്നത്ര ആ കുഞ്ഞിനെ സ്വാന്തനിപ്പിച്ച് താലോലിച്ച് അംഗീകാരവും സ്നേഹവും അപ്രിസിയേഷനും കൊടുക്കുക. നിങ്ങളുടെ കുഞ്ഞിൽ നിങ്ങൾക്ക് എന്തൊക്കെ കിട്ടാതെ പോയോ, എന്തൊക്കെയാണോ നിങ്ങളുടെ വേദനകളായിട്ടുള്ളത്, അതൊക്കെ ഒരു പേരൻ്റായിട്ട് നിങ്ങളുടെ ഇന്നർ ചൈൽഡിന് ആവോളം പകർന്നു നൽകുക. എപ്പോഴും ഓർമ്മിക്കേണ്ട ഒരു കാര്യമുണ്ട്. സ്നേഹവും കരുണയും ആവോളം സ്വീകരിക്കുമ്പോഴാണ് ഷെയിം ഇല്ലാതാകുന്നത്, നമ്മളിൽ നിന്നും സെൽഫ് ഡൗട്ട് ഇല്ലാതാകുന്നത്.